നിക്ഷേപകരെ കബളിപ്പിച്ച കേസിൽ ഗൗതം അദാനിക്കും കൂട്ടർക്കും എതിരെയുള്ള നിയമ നടപടിയിൽപ്പെട്ട് പണിപാളി മോദി സർക്കാരും ബി.ജെ.പിയും. യു.എസ്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ നൽകിയ പരാതിയിൽ അമേരിക്കൻ നീതിന്യായ വകുപ്പ് നടത്തിയ അന്വേഷണത്തിനു ശേഷമാണ് അദാനിക്കും മറ്റുമെതിരെ കുറ്റപത്രം സമർപ്പിച്ചത്. സംഭവത്തിൽ അറസ്റ്റ് വാറന്റും നൽകിയിട്ടുണ്ട്. അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ വിദേശ രാജ്യങ്ങളിലെ അധികൃതർക്ക് കോഴ നൽകിയാൽ കേസെടുക്കാവുന്ന FCPA ലംഘിച്ചുവെന്നതാണ് ഇവർക്കെതിരെയുള്ള കുറ്റം. മുൻപ് അദാനിക്കെതിരെയുള്ള ഹിൻഡൻബർഗ് റിസർച്ചിന്റെ ആരോപണങ്ങളിൽ ആ സ്ഥാപനത്തിന് ഓഹരി വിപണിയിൽ നിക്ഷിപ്ത താൽപര്യമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു മോദി സർക്കാരും ബി.ജെ.പിയും ഇവരെ രക്ഷിച്ചത്. ഗൗതം അദാനിക്കും അനന്തിരവൻ സാഗർ അദാനിക്കും പുറമെ 6 പേരാണ് പ്രതിസ്ഥാനത്തുള്ളത്. നിയമവാഴ്ച നിലനിൽക്കുന്ന രാജ്യമെന്ന നിലയ്ക്ക് പ്രതികളെ വിചാരണയ്ക്കായി വിട്ടു നൽകുമ്പോൾ തെളിവുകൾ തള്ളിപ്പറയാൻ ശ്രമിച്ചാൽ ഇരു രാജ്യവും തമ്മിലുള്ള ബന്ധം വഷളാകും. മോദിയുടെ പ്രതിച്ഛായയെ അത് ബാധിക്കുകയും ചെയ്യും. ഗൗതം അദാനിക്കും മറ്റ് 7 പേർക്കുമെതിരായി അമേരിക്കൻ നീതിന്യായ വകുപ്പിലെ ക്രിമിനൽ വിഭാഗം ഡെപ്യൂട്ടി അസിസ്റ്റന്റ് അറ്റോർണി ജനറൽ ലിസ എച്ച് മില്ലറാണ് കുറ്റം ചുമത്തിയത്. പോലീസ് സമാഹരിച്ച തെളിവുകൾ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കൈമാറിയതോടെയാണ് നിയമ നടപടികൾ ആരംഭിച്ചത്. അദാനിക്കെതിരെയുള്ള തെളിവുകൾ വിചാരണയ്ക്ക് ബോധ്യപ്പെട്ടതോടെയാണ് ജൂറി കുറ്റം ചുമത്തിയത്. ഇന്ത്യയിൽ കോഴ ഇടപാടിലൂടെ സൗരോർജ്ജ കരാർ ഒപ്പിക്കുകയും അമേരിക്കൻ നിക്ഷേപകരെ തെറ്റിദ്ധരിപ്പിച്ച് കോടികളുടെ നിക്ഷേപ സമാഹരണം നടത്തുകയും ചെയ്ത സംഭവം അമേരിക്ക ഗൗരവത്തിൽ പരിശോധിക്കുന്നെന്ന് 2023 ഗൗതം അദാനി മനസ്സിലാക്കി. FBI-യുടെ സ്പെഷ്യൽ ഏജന്റുമാർ 2023 മാർച്ച് 17 സാഗർ അദാനിയെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പിടിച്ചെടുക്കുകയും അന്വേഷണ പരിധിയിലാണെന്ന് ഔദ്യോഗികമായി സാഗറിനെ അറിയിക്കുകയും ചെയ്തു. അമേരിക്കയിൽ അന്വേഷണം നടക്കുന്നത് 1.5 വർഷത്തോളം അദാനി ഗ്രൂപ്പ് ഇന്ത്യൻ നിക്ഷേപകരിൽ നിന്നും ഓഹരി വിപണികളിൽ നിന്നും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും മറച്ചു പിടിച്ചു. FBI അന്വേഷണത്തെക്കുറിച്ച് 2024 മാർച്ചിൽ പുറത്തുവന്ന വാർത്ത ഗ്രൂപ്പ് നിഷേധിച്ചിരുന്നു. ഗൗതം അദാനിക്കും മറ്റുമെതിരായി കുറ്റപത്രം ചുമത്തിയതോടെ കോഴ ഇടപാടിന്റെ വിശദാംശങ്ങൾ ലോകമറിഞ്ഞു. കോഴ ഇടപാടിൽ ഗൗതം അദാനി നേരിട്ട് ഉൾപ്പെട്ടുവെന്നാണ് കുറ്റപത്രത്തിലുള്ളത്. കോഴ ഇടപാട് നടത്തിയതിനു പുറമെ നിക്ഷേപകരെയും ധനകാര്യ സ്ഥാപനങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ച് നിക്ഷേപം സമാഹരിക്കൽ, നീതി തടസ്സപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങളും അദാനിക്കും മറ്റുമെതിരായുണ്ട്. അമേരിക്കൻ നിക്ഷേപകരുടെ ചെലവിൽ കോഴ ഇടപാടും തട്ടിപ്പും നടത്തിയതാണ് കൂടുതൽ ഗുരുതര സ്വഭാവത്തിൽ കുറ്റപത്രത്തിൽ പരാമർശിക്കപ്പെടുന്നത്. കരാർ നേടിയെടുക്കാൻ കോഴ കൊടുത്തെന്ന കേസിൽ അമേരിക്കയിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടതോടെ അദാനി ഗ്രൂപ്പുമായി നടപ്പാക്കാനിരുന്ന പദ്ധതികൾ കെനിയ റദ്ദാക്കി. നെയ്റോബിയിലെ പ്രധാന വിമാനത്താവളത്തിന്റെ നിയന്ത്രണം അദാനി ഗ്രൂപ്പിന് നൽകാനുള്ള പദ്ധതിയുടെ നടപടികൾ പുരോഗമിക്കുകയായിരുന്നു. ജോമോ കെന്യാറ്റ വിമാനത്താവളത്തിൽ അദാനി ഗ്രൂപ്പ് ഒരു റൺവേ കൂടി പണിയുമെന്നും പാസഞ്ചർ ടെർമിനൽ നവീകരിക്കുമെന്നുമായിരുന്നു ധാരണ. എന്നാൽ നടപടികൾ റദ്ദാക്കാൻ നിർദ്ദേശം നൽകിയതായി കെനിയ പ്രസിഡന്റ് വില്യം റൂട്ടോ പറഞ്ഞു. പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ വൈദ്യുത വിതരണ ശൃംഖല നിർമ്മിക്കാൻ അദാനി ഗ്രൂപ്പുമായി ഏർപ്പെട്ട 30 വർഷ പദ്ധതിയും റദ്ദാക്കും. $73.6 കോടി ചെലവ് പ്രതീക്ഷിച്ച പദ്ധതിയാണിത്. പങ്കാളിത്ത രാഷ്ട്രങ്ങളും അന്വേഷണ ഏജൻസികളും നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണിതെന്നും റൂട്ടോ പറഞ്ഞു. അമേരിക്കൻ നീതിന്യായ വകുപ്പും സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനും അദാനി ഗ്രീൻ ഡയറക്ടർമാർക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് അദാനി ഗ്രൂപ്പ് പ്രസ്താവനയിൽ പറഞ്ഞു. ഭരണപരമായി ഉയർന്ന നിലവാരവും സുതാര്യതയുമാണ് തങ്ങൾ പുലർത്തുന്നതെന്നും വിഷയത്തെ നിയമപരമായി നേരിടുമെന്നും പ്രസ്താവനയിൽ പറഞ്ഞു. ഗൗതം അദാനിക്കെതിരെ കൈക്കൂലിക്കേസിൽ US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ അമേരിക്കൻ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് ഇന്ത്യൻ ഓഹരി വിപണിയെ ഉലച്ചു. അദാനി ഗ്രൂപ്പ് ഓഹരികളെല്ലാം വൻ തകർച്ച നേരിട്ടു. 3 ലക്ഷം കോടി രൂപയാണ് അദാനി ഗ്രൂപ്പ് കമ്പനികളിലെ നിക്ഷേപകർക്ക് നഷ്ടമായത്. നിഫ്റ്റിയിൽ അദാനി എന്റർപ്രൈസസ് ഓഹരി മൂല്യം 23.44% താഴ്ന്നു. ഓഹരിയിലെ 661.50 രൂപ കുറഞ്ഞ് 2160 രൂപയായി. അദാനി പോർട്ട് 13.23% ഇടിവ് നേരിട്ടു. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ് ഓൺലൈൻ.